ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. STP ഉദ്ഘാടനം ഓഗസ്റ്റ് 3 നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1,10,00,000 രൂപ വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡിനകത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചത്. മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാവുന്ന വിധമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്ലാന്റിന് സമീപത്തു നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കും. 25 മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയതിനെ തുടർന്നാണ് നഗരസഭാ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ശുദ്ധീകരിക്കുന്ന വെള്ളം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. കൃഷിക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച ജലമെടുക്കാനും സൗകര്യമൊരുക്കും. STPയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 3 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മന്ത്രി MB രാജേഷ് നിർവഹിക്കുമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡെയിലി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റാണ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. ഈ ആഗസ്റ്റ് 3 വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷനാകും. ഇത് 2024 മാർച്ചിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. 1,10,00,000 രൂപയുടെ അടങ്കലുള്ള പദ്ധതി കൂടിയാണ്. നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു മിനി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനാവുന്നത്. ഇത് നമ്മുടെ നഗരസഭയിൽ റോഡ്, വെള്ളം, വെളിച്ചം, ഇതിന് പുറമെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിച്ച ഒരു നഗരസഭ കൂടിയാണ് ഷൊർണൂർ. അതിലേക്ക് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഷൊർണൂരിലെ നല്ലവരായ എല്ലാവരും, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.